ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. ഞാൻ അർബിൻ ചന്ദ്രശേഖർ. ഇന്നത്തെ ടോപ്പിക്, കഴിഞ്ഞ ദിവസം ഒരു ഉച്ചയുറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നത് സുശാന്ത് സിംഗ് രാജ്പുത് ആത്മഹത്യ ചെയ്തു എന്നുള്ള വളരെ വേദനാജനകരമായ ഒരു വാർത്തയിലേക്കാണ്. സുശാന്ത് സിംഗിനെ ആദ്യം കാണുന്നത് PK എന്ന മൂവിയിലെ ഒരു പാകിസ്ഥാനിൽ ജനിച്ച് വളർന്ന ഒരാളായിട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം ധോണിയുടെ ബയോപിക്ചറിലാണ് സുശാന്ത് സിംഗിനെ രണ്ടാമതായി കാണുന്നത്. ഒരു നടൻ എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ ധോണിയോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ ഒരു ബയോപിക്ചർ ഉണ്ടാക്കുമ്പോൾ അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ അഭിനയിച്ചതുകൊണ്ടായിരിക്കാം സുശാന്ത് സിംഗ് രാജ്പുത്തിനെ ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. എപ്പോഴും ഒരു ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, പ്രത്യേകിച്ച് സിനിമയിൽ മറ്റാരുമില്ലാത്ത, ഗോഡ് ഫാദേഴ്സ് ഇല്ലാത്ത ഒരാൾ എന്നുള്ള രീതിയിൽ ഒരു വ്യത്യസ്തനായ ഒരാളായി കണ്ടിരുന്നു. പിന്നീട് എപ്പോഴും അയാളുടെ സിനിമകൾ നമ്മൾ മറന്നു പോവുകയും, അതായത് അയാളുടെ സിനിമകൾ നമ്മളെപ്പോഴും റെഗുലറായിട്ട് കാണാത്ത, ഹിന്ദി സിനിമ അങ്ങനെ കാണാത്തതുകൊണ്ട് കണ്ടില്ല. പിന്നെ ഈ ഒരു മരണ വാർത്തയും, പിന്നെ അതിന് ശേഷമുണ്ടായ നെപ്പോട്ടിസത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സ്വജനപക്ഷപാതത്തെക്കുറിച്ചുള്ള വാർത്തകളും അതിന് പലരും പ്രതികരിച്ച രീതികളുമൊക്കെ മാത്രമേ കണ്ടുള്ളൂ. നമ്മളിന്നിവിടെ ചിന്തിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചല്ല. ആത്മഹത്യ, പ്രത്യേകിച്ച് ഡിപ്രഷൻ മൂലം ആത്മഹത്യ ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലത്ത് ഏറ്റവും വലിയ ഹോട്ട് ടോപ്പിക് എല്ലാ സോഷ്യൽ മീഡിയയിലും ഡിപ്രഷൻ എന്നതിനെക്കുറിച്ചായിരുന്നു. എന്താണ് ഡിപ്രഷൻ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സൈക്യാട്രി അറിയാവുന്ന ആൾക്കാർ സംസാരിക്കേണ്ടതാണ്. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കഥ, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് വളരെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്ത്, അത് എൻ്റെ കാരണം അയാൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ അയാളുമായിട്ടുള്ള ബന്ധത്തിന് മുന്നോട്ട് പോകാൻ തയ്യാറാത്തൊരു സമയത്ത് വളരെ വിഷമിച്ച് കഴിയുന്ന ദിവസങ്ങളിൽ എന്നെ ഒരു ദിവസം ഫോൺ വിളിക്കുകയുണ്ടായി. അന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയാം, മൊബൈൽ ഫോണിൽ വിളിക്കുന്ന സമയത്ത് വളരെ കുറച്ച് നേരം കാര്യം പറയാൻ പറ്റുള്ളൂ. കാരണം അന്നത്തെ മൊബൈൽ ഫോൺ ഇൻകമിങ്ങിന് പോലും ചാർജ് ചെയ്യുന്ന ഒരു കാലത്താണ് അദ്ദേഹത്തിൻ്റെ കോൾ വരുന്നത്. വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം, അയാളുടെ വീട്ടിൽ അയാൾ മാത്രമേ ഉള്ളൂ. അയാൾക്ക് ആ ഒരു സമയത്ത് എന്തൊക്കെയോ വളരെ ഒരു വീക്കായിട്ട് തോന്നുന്നു. അത് അയാളെ മറ്റുള്ള ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം എനിക്കത് മനസ്സിലായത്, മരണം, അതായത് എനിക്കിനി വേറെ നിവൃത്തിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവുകയാണെന്നുള്ളതാണ് അതിൻ്റെ സൂചന. അതങ്ങനെ തന്നെ ഇൻഡയറക്റ്റായിട്ട് എന്നോട് പറയുകയും ചെയ്തു. അപ്പം എനിക്ക് പെട്ടെന്ന് തോന്നിയത്, ഒരാളെ എങ്ങനെ, നമ്മൾ അടുത്തുള്ള ഒരാളാണെങ്കിൽ നമുക്ക് അവിടെ വരെ പോകാം, അയാളുടെ കൂടെ കുറച്ച് സമയം ഇരിക്കാം. അപ്പോൾ അയാൾ പറയുകയും ചെയ്തു, അയാളുടെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, ആൾ മുസ്ലിമാണ്. അപ്പം മുസ്ലിം ആയതുകൊണ്ട് തന്നെ ഞാൻ ആലോചിച്ചു, നിങ്ങളൊരു കാര്യം ചെയ്തു, മരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, പക്ഷേ നിങ്ങൾ ഒരു നല്ല പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഒരു തീരുമാനം എടുത്തോളൂ, എന്നെ വിളിച്ചതിന് ശേഷം നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന്, പ്രാർത്ഥനയിലേക്ക് പോകുമ്പോൾ ഒരാൾക്ക് മനസ്സിൻ്റെ ഏകാഗ്രത വളരെ കൂടുകയും അയാൾ ചിന്തിക്കുന്ന ആ ഒരു സമയത്ത്, പെട്ടെന്നൊരു സമയത്തെ ഒരു തോന്നലിൻ്റെ പുറത്താണ് മിക്കവാറും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എന്ത് കുറ്റകൃത്യമാണെങ്കിലും ആത്മഹത്യകളാണെങ്കിലും എല്ലാം മനുഷ്യൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ആ ഒരു സമയത്തെ തോന്നലിൻ്റെ പുറത്താണല്ലോ എല്ലാം ഉണ്ടാകുന്നത്. ആലോചിച്ചുറപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കുറവായിരിക്കും, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പം ഞാൻ അദ്ദേഹത്തിനെ പ്രാർത്ഥിക്കാൻ വിടുകയും പ്രാർത്ഥിച്ചിട്ട് എന്നെ വിളിക്കാൻ പറയുകയും ചെയ്തു. അപ്പം അദ്ദേഹം വിളിച്ച എന്നെ 4 മണിക്ക്, പിന്നീട് എന്നെ വിളിക്കുന്ന ഒരു 7 മണിക്ക് ശേഷം എന്നെ വിളിക്കുന്നത്. അപ്പോൾ കോൾ വന്നപ്പോൾ തന്നെ എനിക്കൊരു പേടിയുണ്ടായത്. കാരണം മുമ്പ് എന്നെ വിളിച്ചപ്പോൾ എന്നെ ഏറ്റവും അവസാനം വിളിച്ച നമ്പർ എൻ്റെ നമ്പറായിരിക്കുമല്ലോ. അപ്പം എന്ത് വാർത്തയാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന്, അല്ലെ ആരാണ് എന്നെ വിളിക്കാൻ പോകുന്നത്, വളരെ ആകാംക്ഷയോടുകൂടിയും ഞെട്ടലോടുകൂടിയും ഞാൻ ആ കോൾ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ സുഹൃത്ത് തന്നെയാണ് വിളിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് വളരെ ആശ്വാസമുണ്ട്, ഇപ്പം നിങ്ങൾ പറഞ്ഞു തന്നത് നന്നായി. കാരണം ആളൊരു മുസ്ലിമാണ്, വൈകുന്നേരത്തെ നിസ്കാരത്തിന് ശേഷം അയാൾക്ക് മറ്റുള്ള തോന്നലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, അവരുടെ വീട്ടുകാരൊക്കെ ആ സമയത്ത് തിരിച്ചു വരികയും ചെയ്തു, എന്നോട് നന്ദി പറഞ്ഞു. അപ്പോൾ ഇതൊരു മനസാന്നിധ്യമാണ്. ചില സമയത്ത് നമുക്ക് ഒരാൾ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ആ ആളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയത്. പിന്നീട് ആ അതേ ആളെ തന്നെ വിവാഹം കഴിച്ച് വളരെ സന്തോഷമായിട്ട് ജീവിക്കുകയും അവർ ഒരുമിച്ച്, എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷം അല്ലെങ്കിൽ 20 വർഷത്തിനടുത്ത് ആയി കാണണം അവരിപ്പം വിവാഹം കഴിച്ചതിന് ശേഷം അവർ ഒരുമിച്ച് ജീവിക്കുന്നു. അപ്പം ഇപ്പോൾ ഒരു പക്ഷേ ഞാൻ അയാളോട് ചോദിക്കുകയാണ്, അന്നത്തെ ഒരു ഫോൺ കോൾ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അയാൾക്കും ചിലപ്പോൾ ചിരി വരും. അപ്പോൾ ആ ഒരു സമയത്തെ തോന്നലിൻ്റെ പുറകെ പോയി ചെയ്യേണ്ടിയിരുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നായിട്ട് മാറി എന്ന് രണ്ടുപേർക്കും മനസ്സിലായതുകൊണ്ടായിരിക്കാം നമുക്ക് ചിരി വരുന്നത്.
അപ്പം എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇങ്ങനെയുള്ള ചില ആൾക്കാർ നമ്മളുടെ ഇടയിലുണ്ടോ, നമ്മളുടെ സുഹൃത്തുക്കളുണ്ടോ? വളരെ നന്നായി നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ഉൾവലിഞ്ഞ് മാറിയിരിക്കുന്നുണ്ടോ? സുഹൃത്തുക്കളുമായിട്ട് അകലത്തിൽ കഴിയാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടോ? വ്യക്തിപരമായി പ്രശ്നങ്ങളുള്ള ആൾക്കാർ ആരെങ്കിലും നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സുഹൃത്ത് സംഘത്തിലോ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു നിമിഷം ആലോചിച്ച് നോക്കുക. അങ്ങനെ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളവരെ വിളിക്കുക. നമ്മൾ അവരുമായിട്ട് കുറച്ച് സമയമെങ്കിലും ചിലവഴിക്കുക. നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരാണെങ്കിലും നമുക്കറിയുന്ന സുഹൃത്ത് സംഘത്തിലുള്ള ആൾക്കാരാണെങ്കിലും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. നമ്മളുടെ 1 മിനിറ്റ് അല്ലെങ്കിൽ കുറച്ച് സമയം മറ്റുള്ളവർക്ക് ജീവിതം പ്രതീക്ഷയോടെ മുൻപോട്ട് ഒരുപാട് കാലം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുവാൻ ഇടയാവുമെങ്കിൽ അത് തന്നെയല്ലേ നമുക്ക് ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു കാര്യം. അപ്പം ഈ സുശാന്ത് സിംഗ് രാജ്പൂത് എന്ന് പറയുന്ന മനുഷ്യൻ ഇത്രയും വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യൻ. അയാളൊരു സിനിമാ താരമായിരുന്നു. അയാൾ തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രങ്ങൾ ഉണ്ടാകുന്ന അയാൾക്ക് കാണാൻ കഴിഞ്ഞു. ഒരു വാന നിരീക്ഷകനായിരുന്നു. ഹി വാസ് റിയലി ഇൻട്രസ്റ്റഡ് അബൌട്ട് ക്വാണ്ടം ഫിസിക്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ എക്സ്ട്രീമായിട്ട് ചിന്തിക്കുന്ന, മാത്രമല്ല അയാളുടെ പഠനം, അയാൾ മികച്ച റാങ്കോടുകൂടി വിദേശ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളാണ്. അയാളുടെ കുടുംബത്തിലെ അയാൾ ഏറ്റവും ഒടുവിലത്തെ ആളാണ്. അയാളുടെ പിതാവ് നല്ല രീതിയിലായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും ഉള്ള ഒരാൾ ഒരു ദിവസം ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ഉള്ളവരാണെങ്കിലും ജീവൻ, നമ്മൾ തന്നെ നമ്മളുടെ ജീവൻ എടുക്കുന്നത് തെറ്റാണ്. അതൊരു നല്ല രീതിയല്ല. ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും ചേർന്ന രീതിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇന്നത്തെ എൻ്റെ ചിന്ത ഇത്രയേ ഉള്ളൂ. നമുക്ക് അങ്ങനെയുള്ള ആരെങ്കിലും നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു നിമിഷം അവർക്ക് വേണ്ടി ചിലവാക്കുക. ഇന്നത്തെ ദിവസം വളരെ സന്തോഷത്തോടു കൂടി കഴിയാനിട വരട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിച്ചുകൊള്ളുന്നു. നന്ദി.